നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 757 757. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം അതിൽ ഉപാസനാകാന്ഡം, ബാലകാന്ഡം, പിന്നെ ഭഗവാന്റെ ലീലാകാന്ഡം, അത് കഴിഞ്ഞ ഉപാസനാകാന്ഡം. അപ്പോൾ ഉപാസനാകാന്ഡത്തിൽ 27-ാം സർഗം ബന്ധനും മുക്തനും ആരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ 27-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. സ്വപ്നത്തിൽ നിന്നുണർന്നോൻ പോൽ ഇവൻ, മറ്റേവൻ ഈ വിധം 100,000 ഭേദം തീരെ വിട്ട് ഉല്ലസിക്കയാം. അപ്പോൾ സ്വപ്നത്തിൽ നിന്നുണർന്നോൻ പോൽ ഇവൻ ഒരാൾ, അവനൊന്നുമില്ല, സ്വപ്നമാണ് ഒക്കെ. രാജാവായിരുന്നു, എന്നിട്ട് നോക്കുമ്പോഴോ പിച്ചക്കാരനാണ് അല്ലേ? പിച്ചക്കാരനായിട്ടാണ് ഉറങ്ങിയത്. സ്വപ്നത്തിൽ രാജാവായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഇല്ല. മറ്റവനോ 100,000 ഭേദം തീരെ വിട്ടുല്ലസിക്കയാം. ദരിദ്രനാണ്, പക്ഷേ ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദത്തിലാണ് അദ്ദേഹം. ഇനി 28-ാമത്തെ ശ്ലോകം. ഇതു നന്നല്ലതാം വേണ്ടതെനിക്കായാൾക്കതിങ്ങനെ പ്രാണേന്ദ്രിയ മനോബുദ്ധിവൃത്തിയാകവേ അറ്റുടൻ. ഇതു നന്നല്ല, അതാം വേണ്ടത്, എനിക്ക് കിട്ടിയതല്ല വേണ്ടത്, അയാളുടെ കയ്യിലുള്ളതാണ് വേണ്ടത്. ഇങ്ങനെയുണ്ട് ആൾക്കാർക്കേ. പരമശയോ, ഞാനൊരു പബ്ലിക് ഫിഗർ ആവുക കാരണം ഒരുപാട് കംപ്ലയിൻറ്റ്സ് കിട്ടും എനിക്ക്. അപ്പോൾ ചിലവർ പറയും, തമാശ രൂപത്തിലാണെങ്കിലും ശരി, 44-45 വർഷവും കല്യാണം കഴിഞ്ഞിട്ട്. ആദ്യം എനിക്ക് വന്ന പ്രപ്പോസൽ അമേരിക്കക്കാരനായിരുന്നു. എൻ്റെ യോഗം നിങ്ങളെ തന്നെയാണ് എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റവൻ്റെ കയ്യിൽ എന്തുണ്ട് അതിലാണ്, തനിക്ക് എന്തുണ്ട് അതിൽ സംതൃപ്തി വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാഗവതം പറയണു, ശ്രീകൃഷ്ണ കഥാമൃതം പറയണു, ഇതു നന്നല്ല, അതാം വേണ്ടതെനിക്ക് അയാൾക്ക് അതിങ്ങനെ പ്രാണേന്ദ്രിയ മനോബുദ്ധിവൃദ്ധിയാകവേ അറ്റുടൻ. ഇല്ലേ? ഭഗവത് ശരണാംഭോജധ്യാനത്തിൽ മുഴുകും മുനി. ഒരു ഋഷീശ്വരൻ ഭഗവത് ശരണാംഭോജ ധ്യാനം ധ്യാനം ധ്യാനം, അത് മറക്കരുത്. അത് മൂലാണെങ്കിലും ശരി, ശ്രീകൃഷ്ണ കഥാമൃതമാണെങ്കിലും ശരി, ധ്യാനിക്കാൻ പഠിക്കാം. ഭഗവത് ശരണാംഭോജ ധ്യാനത്തിൽ മുഴുകും മുനി, ദേഹത്തിൽ വാഴിലും അതിൽ ഗുണം പറ്റായവതോർക്കുകിൽ. ദേഹത്തിൽ വാഴിലും അതിൻ ഗുണം പറ്റായവതോർക്കുകിൽ. ഈ ഊണും മറ്റും ഉപേക്ഷിക്കലല്ല ഇതെന്നോർത്തു കൊള്ളണം. ഇപ്പം ചിലവരുണ്ട്, തിങ്കളാഴ്ച നോൻപാണ്, വ്യാഴാഴ്ച വ്രതമാണ്, വെള്ളിയാഴ്ച നോലുമ്പുണ്ട്, ശനി ഞായർ ഏകാദശി ദ്വാദശി ഒക്കെ നോൽമ്പാ. അങ്ങനത്തെ ഉള്ളവരൊക്കെ പറയണത് ഊണും മറ്റും ഉപേക്ഷിക്കലല്ല ഇതെന്നോർത്തു കൊള്ളണം. വെരി ട്രൂന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പച്ചയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ച് വരേണ്ട ഒരാളാണ്.
പൊള്ളത്തരം ആൾക്കാർ ചെയ്യണതൊക്കെ പൊള്ളത്തരാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ദർശനാദികളിൽ കർത്തൃത്വാഭിമാനമകന്നിടും. ഞാൻ ഇന്ന സ്ഥലത്ത് ദർശനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ടുണ്ടോ? ചിലവരോട് ചോദിക്കും, എന്തിനാ പോണത്? താൻ പോയതും ഞാൻ പോവാത്തതും ഫലം ഒന്നാന്ന് പറഞ്ഞ കൂട്ടത്തിലപ്പത്. ദർശനാദികളിൽ കർത്തൃത്വാധിഭാവമകന്നിടും. അകലണം. ഇപ്പോൾ ചിലവർ റീൽസ് എവിടെ, പ്രയാഗ്രാജിൽ അവരുടെ ഫോട്ടോ അല്ല ഇടുന്നത്. ആരാ അടുത്ത് സ്ത്രീകൾ കുളിച്ച് അതിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സുവർണവും ചരക്കല്ലും ഒരേ മാതിരി തോന്നിടും. ഇനി എന്താ വേണ്ടത്? സുവർണം, ഒരു കയ്യിൽ സ്വർണം, ഒരു കയ്യിൽ കുറച്ച് ചരല്. ചരക്കല്ലും ഒരേ മാതിരി തോന്നിടും. ഒരവസ്ഥയാണത്. നോക്കൂ, മരിച്ച ഒരാൾ കയ്യ് ഇങ്ങനെ കെട്ടി മാറത്ത് കെട്ടിയിടും. ശരിക്കും കെട്ടേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ എന്താ ഉണ്ടോ, ഇങ്ങനെ നിവർത്തിയിരുന്നവനും മടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു നേരം, ഒരു സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് 1 കിലോ, ഒരു 10 ബിസ്ക്കറ്റ് കൈ കൊടുത്തു, 10 ചരക്കല്ല് കൊടുത്തു. ഇയാൾക്ക് വല്ല ആവശ്യമുണ്ടോ? അത് ജീവുള്ളവരടിച്ച് മാറ്റും. പറഞ്ഞ വിഷയമുണ്ടോ? അപ്പോൾ മരിച്ചു കിടക്കുന്ന ആൾക്ക് ആവശ്യമില്ലാത്ത പോലെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോഴും തുല്യത, സമഭാവന വേണമെന്ന. മറ്റുള്ളവൻ്റെ കയ്യിലുള്ളതും എൻ്റെ അടുത്തില്ലാത്തതും ഒരുപോലെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി. കാരണം എന്താ, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണ്. ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ അടുത്ത് ഭഗവാന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഞാനത് പൂട്ടി വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനതിങ്ങനെ തുറന്നിട്ട് അലക്കുക ചെയ്യണത്. ഇതൊരു നേരം വഴുകിയാൽ, എന്താ പട്ടാമ്പി സാറേ അസുഖമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണ എത്രയോ സഹോദരന്മാരുണ്ട് എനിക്ക്. എൻ്റെ ഉറ്റവരോ ഉടയവരോ എന്നോട് ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ സബ്ജക്റ്റ് കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുബേരനേക്കാൾ വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് ഞാൻ. കാരണം ഭഗവാന് വേണ്ടിയിട്ട് കുബേരൻ ഇതൊക്കെ കാത്ത് രക്ഷിക്കുക. അപ്പം ഞാൻ ആ ഭഗവാന്റെ ഭക്തദാസനാണ്. അപ്പോൾ ഭഗവാന്റെ കയ്യിലുള്ളതൊക്കെ എനിക്കും പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ അവകാശപ്പെട്ടതാണ്. ഭഗവാനൊന്നും ആവശ്യമില്ല, എനിക്കൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാൻ എനിക്കൊന്നും തന്നിട്ടുമില്ല. വേണ്ട. ഈ മാനസികാവസ്ഥ പറഞ്ഞിട്ടൊന്നുണ്ട്. അതാണ് നന്നാവേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദർശനാദികളിൽ കർത്തൃത്വാദിഭാവം മകന്നിടും. സുവർണവും ചരക്കല്ലും ഒരേ മാതിരി തോന്നിടും. കേട്ടാലും ആ മഹാത്മാവിൻ പെരുമാറ്റവും ഇത്തിരി. ആ മഹാത്മാവിൻ്റെ പെരുമാറ്റത്തിനെ പറ്റി കുറച്ച് കേട്ടോളൂ. മൂർഖൻ ദ്രോഹിക്കലും, സജ്ജനങ്ങളെ മൂർഖത്തുള്ളവരെ ഉപദ്രവിക്കും. മൂർഖൻ ദ്രോഹിക്കലും വിദ്വാൻ വന്ദിക്കലും ഒരേ വിധം. അവിടെയാണ് ഒരേപോലെ. ഒരാൾ നന്നായി എന്ന് പറഞ്ഞാലും ഒരാൾ മോശമായി എന്ന് പറഞ്ഞാലും, ഇപ്പം എന്നോട് പറയാറുണ്ട് ചിലവർ, സാറ് പറഞ്ഞതൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്നത്തെ കാലത്തെ അങ്ങനെ ആയാൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. വേണ്ട, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ പുഷ്പം പോലെ നോക്കിയിട്ടുണ്ട്. ആ ഭഗവാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാനെങ്ങനെ പറയാം? എൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം, എന്നാലും ഞാൻ കണ്ടൻറ്റഡാണ്, സാറ്റിസ്ഫൈഡാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ മൂർഖൻ ദ്രോഹിക്കലും വിദ്വാൻ വന്ദിക്കലും ഒരേ വിധം. കോപിക്കില്ല, അഭിനന്ദിക്കില്ല, അണുപോലും മഹാശയൻ. അതാണ് മഹാശയന്മാർ. കോപിക്കില്ല, അഭിനന്ദിക്കില്ല, അണുപോലും അപകാരങ്ങൾ ചെയ്വോർകളെ അതേ വിധം. അപകാരങ്ങൾ, ഉപകാരം ചെയ്തവനെയും ചെയ്യാത്തവനെയും. ലോകാസമസ്ത സീനോ ബന്ധു പറഞ്ഞ ഇവർ രണ്ടുപേരും പെട്ടുപോയില്ലേ.
ഉപകാരപകാരങ്ങൾ ചെയ്വോർകളെ അതേവിധം പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിടാം മഹാൻ. അങ്ങനെ വരുമ്പോൾ ഇന്ന് മഹാന്മാർ കമ്മിയാണ്. കാരണം എന്താ? സപ്താഹം കഴിഞ്ഞാൽ ദക്ഷിണ കൊടുത്താൽ സ്റ്റേജ് മനോഹരമായിട്ട് കെട്ടിയവനും കാശ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈക്ക PA സിസ്റ്റം നടത്തിയവനും അല്ലേ, സെക്യൂരിറ്റിക്കും ഹാളിനും പ്യൂണിനും ഒക്കെ നന്ദി പറയണം. അവർ മഹാന്മാരല്ല. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം നമുക്ക് മനസ്സിലായോ? ഒരു സപ്താഹം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് നന്നാക്കുക എന്നുള്ളത്. അത് പ്രത്യേകം നമസ്കരിക്കുക എന്നല്ലാണ്ട് അത് വാക്കുകളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതല്ല. അത് മനസ്സിലായില്ലേ? വാക്കുകളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിടാ മഹാൻ. ആത്മധ്യാനത്തിൽ മുഴുകി മോദിക്കും മഹിതാശയൻ. വലിയ വലിയ ആശയങ്ങൾ ഉള്ള ആൾക്കാർ എന്ത് വലിയ വലിയ ആശയങ്ങൾ? ഈശ്വരീയമായ, അത് ഡിവൈൻ, അങ്ങനെ തന്നെ പറയണം. ആത്മധ്യാനത്തിൽ മുഴുകി മോദിക്കും, സന്തോഷിക്കുന്ന പറഞ്ഞതേ, ആനന്ദിക്കും. മഹിതാശയൻ മൂടനെ പോലെ പാർത്തട്ടിൽ പെരുമാറും പലപ്പോഴും. അതായത് നിങ്ങളാരെങ്കിലും എൻ്റെ ഈ എപ്പിസോഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഞാൻ ഈ എപ്പിസോഡുകൾ തുടങ്ങിയ സമയത്ത്, നാരായണ ജപം തുടങ്ങിയ സമയത്ത്, ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്ത് വരണ, ഇനി മറ്റേ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം. അപ്പം ശിവേലി വരികയാണ്. അപ്പോൾ നമ്മുടെ കേരളം അല്ല ലോകം കണ്ട ഏറ്റവും വലിയ എൻജിനീയറാണല്ലോ ഈ ശ്രീധരൻ. അദ്ദേഹം ഭാര്യയും വളരെ വിനയത്തോടു കൂടിയിട്ടൊരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി നിൽക്കണം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അണ്ടനും ഗണ്ടനും കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പാസ് വാങ്ങിയിട്ട് സെക്യൂരിറ്റിക്കാർ തൊഴിക്കാൻ ക്യൂവിൽ നിൽക്കാണ്ട് പറഞ്ഞയക്കുക. ഇദ്ദേഹത്തിനെ പോലെ ഭാഗവതം വായിച്ചു പഠിച്ച് ഭാഗവതം ഉപാസന ചെയ്യുന്ന ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും അടുത്ത് പോയിട്ട് ഒന്ന് കണ്ടു നടിക്കുക, അങ്ങനെയുണ്ടല്ലോ, കണ്ടു നടിക്കലാണല്ലോ ഏറ്റവും വലുത്. ഉണ്ടായില്ല. അതാണ് നമ്മുടെ ആൾക്കാർ. നേരെ മറിച്ച് ഒരു 3rd ഗ്രേഡ് സിനിമാ നടനാണ് അങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ അത് സ്ഥിതി എന്താ ആലോചിച്ച് നോക്കൂ. ഞാനങ്ങനെ പറയണ്ടേ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഇതിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പ്രൊണൗൺസിയില്ലേ? അപ്പോൾ ഞാൻ 2002 ഫെബ്രുവരി 24 ചഡ്ഡാനഗർ ബേസ്മെൻറ്റിലൊരു സപ്താഹം നടത്തുന്നുണ്ടായി. അപ്പോൾ അവിടുത്തെ ധനപാഠികളൊക്കെ, അതായത് ഈ മുരുകനെ പൂജ ചെയ്യണവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. വരൂ പട്ടാമ്പി, വരൂ. അപ്പോൾ വലിയ പൂജ ഓഫർ ചെയ്തവരേനെ ആ സോപാനത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ഭഗവാന് ചാർത്തിയിട്ടുള്ള ഇതേമാതിരി പട്ടിൻ്റെ അംഗവസ്ത്രം കൊണ്ട് തലയിലൊരു തലപ്പാവൊക്കെ കെട്ടി, പിന്നെ എന്താ പറയുക, വലിയ ഒരു പ്ലേറ്റിൽ ഭഗവാന് ചാർത്തിയുള്ള മാലയൊക്കെ ഇടിക്കും. എന്നിട്ട് പ്രസാദം കൈ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു പ്രസാദം തരാം. ഞാൻ താഴെ നിന്നോളാം, ആരുതേ കാണിച്ചു തന്നാൽ എൻ്റെ ഒരു 10 ഉറുപ്പ്യ ഉണ്ട്, അത് ഞാൻ തരും. മറ്റേ സ്പെഷ്യൽ എനിക്ക് വേണ്ട. കാരണം എന്താ? ഞാൻ അവിടെ ഇടയ്ക്ക് തൊഴാൻ പോണ ആളാണ്. അതിന് 2 കാരണമാണ്. എൻ്റെ മൂത്ത മകൾ നാരായണി, അപ്പോൾ അവളേനെ ഞാൻ എഴുത്തിനിരുത്തിയത് ചഡ്ഡാനഗറിലാണ്. കാരണം ഞാൻ ഈ ഭാഗവതത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യണതിൻ്റെ മുമ്പേ ഞങ്ങളുടെ IIT-യിൽ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ
വലിയൊരു ഭക്തനാണ്, കറകളഞ്ഞ ഭക്തൻ. അദ്ദേഹം ഈ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാര്യസ്ഥനായിട്ട് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫാമിലി കൊളത്തുപുഴക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മിസ്സിസ് ഒരു മകളെ പോലെ വലിയ സ്നേഹവും ബഹുമാനം. അപ്പോൾ അദ്ദേഹം പറയും, എന്തിനാ പേടിക്കണത്, അവിടെ കൊണ്ടുപോയിട്ട് എഴുത്തിനിരുത്തു, എല്ലാവരും ഉണ്ടല്ലോ അവിടെ. അത് സുബ്രഹ്മണ്യൻ, ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, പരമശിവൻ, അമ്പാൾ, നവഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട്, ഗംഭീരമാണ്. അപ്പോൾ എനിക്ക് ആ അമ്പലം വലിയ ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു പേരാമംഗലം പരമേശ്വരൻ നമ്പൂതിരി ആണ് പൂജ ചെയ്യണത്. അപ്പം നമ്മൾക്ക് എന്നും കിട്ടുന്ന സൗഹാർദ്ദം ഉണ്ടല്ലോ, അത് കളഞ്ഞു കുളിക്കണ്ട. പിന്നെ കമ്മിറ്റിയൊക്കെ മാറി ഇവർ കെട്ടിയുമ്പോൾ ഇയാൾ 10 പൈസ, നമ്മളിപ്പോൾ വലിയ പൂജയൊന്നും ചെയ്യാറില്ല. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ബഹുമാനം പിടിച്ച് പറ്റാതെണ്ടിരിക്കുക, സാധാരണക്കാരനായിട്ട് ജീവിക്കുക. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആത്മധ്യാനത്തിൽ മുഴുകി മോദിക്കും മഹിതാശയൻ മൂടനെ പോലെ പാർത്തട്ടിൽ പെരുമാറും പലപ്പോഴും മുക്തൻ്റെ ലക്ഷണം ഇതാം ബദ്ധനു വിപരീതവും. ഇതാണ് മുക്തൻ്റെ ലക്ഷണം. എന്നാൽ ബദ്ധനോ ഇതിൻ്റെ നേരെ വിപരീത. എന്നാൽ ഈ വക ചിഹ്നങ്ങൾ കാൺമവൻ തന്നെയാകിലും, ഈ ചിഹ്നങ്ങൾ ഒക്കെ കാണുന്നവനാണെങ്കിലും ശരി, വേദാർത്ഥപരാംഗതനാം മഹാപണ്ഡിതനാകിലും, വേദാർത്ഥങ്ങളൊക്കെ പഠിച്ച് വലിയ ഗമനായിരിക്കാം, മഹാപണ്ഡിതനാണെങ്കിലും ഭക്തി സാധനയില്ലാത്തോൻ ചെയ്യും ശാസ്ത്രപരിശ്രമം. ഭക്തി സാധന മറ്റുള്ളവർക്ക് ഒരു ഗൈഡായിട്ട്, മറ്റുള്ളവർക്കൊരു വഴികാട്ടി ആവാതെ കണ്ട് സ്വന്തം കാര്യത്തിൽ മാത്രം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഭക്തി സാധനയില്ലാത്തോൺ ചെയ്യും ശാസ്ത്രപരിശ്രമം, പെറാത്ത പയ്യനെ പോറ്റുന്നത് പോലെ നിരർത്ഥമാം. പ്രസവിക്കാത്ത പയ്യനെ കെട്ടിട്ട് തിറ്റ കൊടുത്തിട്ടൊരു കാര്യമില്ല. അതായത് ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് 4.5 കന്ന് 5.5 കന്ന് അങ്ങനെ അര കൂട്ടിയിട്ടാണ് പറയുക. ഒരു കിടാത്തിനും കൂട്ടിയിട്ടാന്ന് തോന്നണം എനിക്ക്, ഒരു നിമിഷമല്ലേ. അപ്പോൾ എത്ര കള്ളി തൊഴുത്തുണ്ട്, എത്ര കന്നുകാലികളെ നിർത്താം. അതിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ കാലിക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അതിൻ്റെ അടുത്ത് ഒരു കുട്ടിക്ക് ഉള്ളതുണ്ടാവും. അപ്പോൾ ഏറ്റവും അടുത്ത് പ്രസവിച്ച കുട്ടീനെ എപ്പോഴും അതിലാണ് കിട്ടുക. മറ്റേടത്തോ മുതുക്കൻ കാള അല്ലെങ്കിൽ മുതുക്കൻ മുത്തശ്ശിപ്പയ്യൻ. ബാക്കിയുള്ളതിലൊക്കെ കറവുള്ളതിനെ കുളിപ്പിക്കേണ്ട സൗകര്യം, അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കേണ്ടത്, വെക്കോലിട്ട് കൊടുക്കുന്നത്, പിണ്ണാക്ക് പറഞ്ഞില്ലേ. ഇന്നത്തെ കൂട്ടത്തിലുള്ള തീറ്റയൊന്നുമില്ല. പണ്ടൊക്കെ ഈ പുല്ലും വൈക്കോലും പിണ്ണാക്ക്, ഈ പരുത്തിക്കൊട്ട പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പരുത്തിക്കൊട്ട, ആ പരുത്തിക്കൊട്ട തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട്, അല്ലെങ്കിൽ കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ചിട്ട് കൊടുക്കണവരുണ്ട്. തലേ ദിവസം ഇട്ടിട്ട് കാലത്ത് അരച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ തേങ്ങാ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കൊടുക്കും. ചില പശുക്കൾക്ക് ഉപ്പ് ഇട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ. അങ്ങനെയല്ല. അപ്പം ഞാനിതൊക്കെ ഈ പട്ടാമ്പി അമ്പലത്തിൽ നമുക്ക് ഒരുപാട് ഡയറക്റ്റ് എന്താണെന്നാ പറയുക, ആപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പെറാത്ത പയ്യനെ പോറ്റുന്നത് പോലെ നിരർത്ഥമാം, പാലേകിടാത്ത പശുവും സാധ്യയല്ലാത്ത ഭാര്യയും. ഒന്നിൻ്റെ മേലെ കടിച്ചതിനേക്കാൾ വലുതാ മടയിലെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. ഓ മൈ ഗോഡ്, എഴുതി വെച്ചിരുന്നതേ. പാലേകിടാത്ത പശുവിനെ പോലെ അത്രേ സാധ്യയല്ലാത്ത ഭാര്യയും. എന്താ സ്വാധി? സാധുത്വമില്ലാത്ത ഭാര്യ. സാധുത്വം എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണമില്ലാത്ത ഭാര്യ പാല് നൽകാത്ത പശുവിനെ പോലെ എന്നാ. ഇതിപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ ഒരു സപ്താഹവേദിയിൽ വെച്ച് പറയാം? ബുദ്ധിമുട്ടാണ്. പലവർക്കും കോപം തോന്നും നമ്മുടെ അടുത്ത്.
കാരണം ഈ പറഞ്ഞതൊക്കെ അവരവരെ പറ്റിയിട്ടാന്നുള്ളൊരു ധാരണ വരും ആൾക്കാർക്ക്. അപ്പോൾ ഇതൊരു സ്റ്റഡി ക്ലാസ്സാണ്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അപ്പോൾ ഇതൊക്കെ എപ്പോൾ പഠിക്കണം? റിട്ടയർമെൻറ്റിൻ്റെ ശേഷമല്ല, 6, 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിക്കണം. അപ്പോൾ പറഞ്ഞു, പാലേകിയിടാത്ത പശുവും സാധ്യയല്ലാത്ത ഭാര്യയും തനിക്കധീനമല്ലാത്ത ദേഹവും. അത് അതിലേറെ പ്രശ്നമായി. തനിക്ക് അധീനമല്ലാത്ത ദേഹവും. കല്യാണത്തിന് പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് പോകുന്നത് ഈ ഫ്രാൻസിലൊക്കെ കാളപ്പോരിന് പശുക്കളെ കടന്നു വിടുന്ന ഓട്ടത്തിലാണ്. ഗേറ്റ് അങ്ങോട്ട് തുറന്നാൽ ആൾക്കാരങ്ങനെ ഇടിച്ച് മലത്തിൽ പോവും. PT ഉഷ ഓടണ കൂട്ടത്തിൽ ഓടണം, എന്നാലേ സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ വടി കുത്തിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുമോ? നടക്കാൻ പറ്റാത്തവർക്ക് പറ്റുമോ? അപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടുള്ള കല്യാണത്തിന് അച്ഛൻ്റെ അമ്മയുടെ അപ്പം മതിയെന്ന് വയ്ക്കുമോ? കൊണ്ടുപോയവരോ? ഇല്ല, അവർക്ക് ആദ്യത്തെ ബന്ധിക്ക് തന്നെ ഇരിക്കണം. പിന്നെ അച്ഛനമ്മയും പ്രാകാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങേണ്ട സമയമായി, തിരക്കാവാണ്, തന്തയ്ക്ക് തള്ളയ്ക്ക് ഊണിക്കാൻ പറ്റിയില്ല. എന്തിനാ ഈ പാപം ഏൽക്കണത്? പോണ്ട വയ്ക്കണം, മക്കൾ പോണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പലത് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ പഠിച്ചു. അന്നൊന്നുമില്ല. പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ആരെങ്കിലും ഭേദപ്പെട്ട ആൾക്കാർ വന്ന് വിളിക്കണം, ഇവർ ഊണ് കഴിക്കാൻ എന്ന് പറഞ്ഞാലേ പോവുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കണ കാലുണ്ടായിരുന്നു. ചെക്കൻ്റെ ഒപ്പം പോയവർ ഒക്കെ അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പം ഇവിടെ പറഞ്ഞതെന്താ? തനിക്കധീനമല്ലാത്ത ദേഹവും ദുഷ്ടപുത്രനും. ചിലർ ചോദിക്കും, മകനെവിടെ? സന്തോഷം കൊണ്ടല്ല ചോദിക്കണത്, നല്ല സൽപ്പേര് വാങ്ങിയിട്ടുണ്ടാവേ. ദുഷ്ടപുത്രൻ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്തപ്പം അമ്മ അച്ഛനൊക്കെ ഉറങ്ങി നേരം വിളിച്ചാകുമ്പോൾ എണീക്കുമ്പോൾ കഴുത്തിൽ തല ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കേരളത്തിലത്തെ സ്ഥിതി ഇപ്പോൾ. അപ്പോൾ തനിക്കധീനമല്ലാത്ത ദേഹവും ദുഷ്ടപുത്രനും സൽപാത്രങ്ങൾ തൊടാതോരോ പാപമേറ്റുന്ന വിത്തവും. സൽപാത്രങ്ങൾ, കാശിന് ആവശ്യമുള്ളവർക്ക് കാശ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കണം. കാശ് ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ കൊടുക്കരുത്. മരുന്ന് വാങ്ങാൻ, പുസ്തകം വാങ്ങാൻ, തണുപ്പ് കാലത്തൊരു കമ്പിളി വാങ്ങാൻ, ഒരു സ്വെറ്റർ വാങ്ങാനൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതാണ് വലിയ കാര്യം. സൽപാത്രങ്ങൾ തൊടാതോരോ പാപമേറ്റുന്ന വിത്തവും. കാശ് മുതൽ എൻ പുണ്യലീലയിൽ തട്ടി വിലസിയിടാത്ത വാണിയും. വലിയ പ്രാസംഗികനാണത്ര അയാൾ. എന്താ കാര്യം? എൻ പുണ്യലീലയിൽ തട്ടി വിലസിയിടാത്ത, ഭഗവാന്റെ ചരിത്ര സംബന്ധമായ അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ ശാസനകൾ പറയാത്ത വാക്കുകൾ. എന്താ കാര്യം? അപ്പം അതാ ഇപ്പോഴത്തെ കാര്യം നമ്മൾ പറയണ്ട. അപ്പോൾ എൻ പുണ്യലീലയിൽ തട്ടി വിലാസയിടാത്ത വാണിയും വെച്ചു പോറ്റായക വെറുതെ മനുഷ്യൻ ദുഃഖമേറ്റുവാൻ. ഇതിനൊന്നും വെച്ച് പോറ്റായക വെറുതെ മനുഷ്യൻ ദുഃഖമേറ്റുവാൻ. ദുഃഖം കൂടുകയുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിലെന്നാണ് പറഞ്ഞത്. അതിൽ അവസാനത്തെ ശ്ലോകം 40. കരുതുക മനതാരിലൊന്നും പാരിനുപരി പരിശുദ്ധി വളർത്തും അപ്രകാരം. എന്താ ഇടിവിട്ട് കേസാ. കരുതുക മനതാരിൽ ഒന്ന് പാരിനു പരിശുദ്ധി വളർത്തും അപ്രകാരം. എന്താ മനസ്സിൽ വിചാരിക്കേണ്ടത്? കരുതുക മനതാരിലൊന്ന് പാരിനു പരിശുദ്ധി, ലോകത്തിന് പരിശുദ്ധി വളർത്തും അപ്രകാരം. എനിക്കിപ്പോൾ 2000 ചില്ലാൻ ഫ്രണ്ട്സ് ഉണ്ട്. ഇതിപ്പോൾ അത്ര 5ാമത്തെ തൊട്ടേ ഫേസ്ബുക്ക് ഒക്കെ അങ്ങനെ ചിലവർ തട്ടിക്കൊണ്ടുപോവുക. ഇപ്പം 5ാമത്തെ. അപ്പോൾ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ശ്രീകൃഷ്ണ കഥാമൃതത്തിൻ്റെ ലിങ്ക് ഇട്ടിട്ട്. എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ തരക്കടില്ല പറഞ്ഞിട്ട്. ഇന്നലെ വൈകുന്നേരം ആവണ ഒരു 2 ആളാണ്
10 മണിക്കൂറിലേ രണ്ടാളാ ആ മെസ്സേജ് കണ്ടു എന്ന് അടിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 2 ആൾ ലൈക്ക് ചെയ്തു, അല്ല സബ്സ്ക്രൈബ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനും അവരായിട്ടുള്ള ബന്ധം എന്താ? എത്ര ആളെ മെസ്സഞ്ചറിൽ കയറിയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞത്, ഗുഡ് നൈറ്റ് പറഞ്ഞത്, വാട്സപ്പിൽ എത്ര ആളാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാ പിന്നെ എന്തിനപ്പം ഇത് കൊണ്ട് നടത്തണം വിചാരിക്കും ഞാൻ. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരോട് എനിക്കൊരു ബഹുമാനം ഉണ്ടല്ലോ. അത് ഏറ്റവും വലിയ തമാശ എന്താ വിചാരിച്ചാൽ, ഒരേ അക്കത്ത് 5 ദിവസമൊക്കെ നിന്നാൽ വിചാരിക്കും എന്തപ്പോൾ ഇത് ശ്രീകൃഷ്ണ കഥാമൃതവും ഭാഗവത മൂലമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോഴേക്കൊരു ഓർമ്മ വരും, നിഷ്കാമകർമ്മ അല്ലടാ നീ ചെയ്യണത്. അതെ, എന്നാ മിണ്ടാണ്ടിരിക്കേ. അപ്പോൾ കാണാം ഒരാൾ കയറണത്. ഇതാണ് സ്ഥിതി. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? കരുതുക മനതാരിലൊന്നു പാരിന്നു ഒരു പരിശുദ്ധി വളർത്തും അപ്രകാരം. നമ്മുടെ ഉദ്ദേശം അതാണ്. നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? പാരിന് പരിശുദ്ധി ആർക്കാ ആവശ്യിച്ച അവർക്ക് പരിശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം. സുരുചിര ഭഗവത് ഗുണങ്ങൾ മുട്ടാതൊരു മൊഴി പോലും ഉരച്ചിടായക വിദ്വാനാണെങ്കിൽ ഒരു വാക്കെങ്കിലും സുരുചിര ഭഗവത് ഗുണങ്ങൾ മുട്ടാതൊരു മൊഴി പോലും, ഒരു വാക്കെങ്കിലും ഭഗവാനെ പറ്റിയിട്ടല്ലാത്തത് ഉരച്ചിടായിക വിദ്വാൻ. എന്താ വേണ്ടത്? അതിലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 7 സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്തുകയാണ്. കാരണം ഇനി നാളെ സത്സംഗ മഹിമയാണ് പറയേണ്ടത്. അപ്പോൾ അത് ഒരു ശ്ലോകം 2 ശ്ലോകം ചൊല്ലിയിട്ട് നിർത്താൻ എനിക്ക് ഇഷ്ടമില്ല. മനസ്സിലായില്ലേ? 757 കഴിഞ്ഞാൽ 758 ഇന്ന് വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ. 1 2 3 4 5 6 7 8 9 10 12 13 ശ്ലോകമാണ് 27 മിനിറ്റിൽ പറഞ്ഞത്. എനിക്കറിയില്ല എന്താ സംഗതി എന്നുള്ളത്. എന്തായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും. എന്നാൽ ഇതൊരു പാഴ്വാക്കായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. ഇതിനൊരർത്ഥം കൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വക്താവും ശ്രോതാക്കളും ഒരേപോലെ ബദ്ധശ്രദ്ധയോടുകൂടി നിത്യജീവിതത്തിൽ ഇത് ആര് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരണോ അവർക്ക് എല്ലാവിധ പുരോഗതികളും ആധ്യാത്മിക പുരോഗതികളും ഉണ്ടാവും എന്ന് പറയാണ്ട നിവൃത്തിയില്ല. എല്ലാവർക്കും നമസ്കാരം.